ഹലോ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഊട്ടി ബൊട്ടാണിക്കൽ ഗാർഡൻ ആണ് കാണാൻ പോകുന്നത്. ഇവിടുത്തെ ടൈമിംഗ് എന്ന് പറയുന്നത് 7 AM to 6:30 PM ആണ് കേട്ടോ. അതുപോലെ ടിക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് അഡൾട്ടിന് 100ഉം ചിൽഡ്രൻസിന് 50 ആണ്. ഊട്ടി ബൊട്ടാണിക്കൽ ഗാർഡൻ വിസിറ്റ് ചെയ്യാനുള്ള ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് ഏപ്രിൽ, മെയ്, ജൂൺ മാസങ്ങളിലാണ് കേട്ടോ. മെയ് മാസത്തിലാണ് ഇവിടുത്തെ ഫ്ലവർ ഷോ ഒക്കെ വരുന്നത്. അപ്പം ഞങ്ങൾ പോയ സമയത്ത് ഫ്ലവർ ഷോ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഊട്ടി വിസിറ്റ് ചെയ്യുന്നവർക്ക് ഈവനിങ് ടൈമൊക്കെ പോയി കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി പ്ലേസ് ആണ് കേട്ടോ ഇത്. ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. ഇതിൽ ഈ ഊട്ടി ബൊട്ടാണിക്കൽ ഗാർഡനിൽ എന്തൊക്കെയാണ് കാണാനുള്ളത് എന്നുള്ളതിൻ്റെ ഒരു ചെറിയ ഇൻഡെക്സ് പോലെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ജപ്പാനീസ് ഗാർഡൻ, ന്യൂ ഗാർഡൻ, ഫേൺ ഹൗസ്, ഗ്ലാസ് ഹൗസ്, അങ്ങനെ പല ഏരിയകളായിട്ട് ഇവിടെ തിരിച്ചിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റ് തന്നെ ഞങ്ങൾ ജപ്പാനീസ് ഗാർഡൻ ആണ് വിസിറ്റ് ചെയ്തത്. അപ്പോൾ ഇതാണ് കേട്ടോ ജപ്പാനീസ് ഗാർഡൻ. അപ്പോൾ ഇവിടെ നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഇവിടെ എനിക്ക് തോന്നുന്നു ഏപ്രിൽ, മെയ് മാസത്തിൽ വരുമ്പോഴാണ് ഇവിടെ ഫ്ലവർ ഷോയും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ അപ്പോഴായിരിക്കും ഇവിടെ കുറച്ചും കൂടെ ഒന്നുകൂടെ കാണാനൊക്കെ ഉള്ളത്. പിന്നെ അവിടെ കുറച്ച് നീങ്ങിയിട്ട് ഒരു അമ്പലക്കുളമൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തില്ല. അപ്പോൾ ഇതൊക്കെയാണ് ജപ്പാനീസ് ഗാർഡനിലെ കാഴ്ചകൾ. അടുത്തത് ഞങ്ങൾ ഫേൺ ഹൗസിലാണ് കയറിയത്. ഇവിടെ കുറേ ഫ്ലവർലെസ് പ്ലാന്റുകളാണുള്ളത്. കുറേ വെറൈറ്റി പ്ലാന്റുകളുണ്ട് കേട്ടോ. ഇതിൽ കുറേയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് നാട്ടിൽ, കുറേ കാണാത്തതും ഉണ്ട്. പിന്നെ പായൽ ചെടികളൊക്കെ ഉണ്ട്, ആഫ്രിക്കൻ പായൽ, അങ്ങനെ കുറേ വെറൈറ്റി പ്ലാന്റുകളുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ കയറിയത് ഗ്ലാസ് ഹൗസിലാണ്. ഇവിടെ കുറേ ഫ്ലവർ പ്ലാന്റുകൾ ഉണ്ട് കേട്ടോ. ഫ്ലവർ ഗാർഡൻ ഇവിടെയാണ്. ഇവിടെ കുറേ വെറൈറ്റി പ്ലാന്റുകളും പൂക്കളും ഒക്കെ കാണാൻ പറ്റി. നല്ല ഭംഗിയാണ് ഇവിടെ പ്ലാന്റുകളും ഇങ്ങനെ അറേഞ്ച് ചെയ്തേക്കുന്നത് കാണാൻ. എല്ലാ ചെടികളും ഇങ്ങനെ പൂത്തു നിൽക്കുകയാണ് കേട്ടോ. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഓരോ പ്ലാന്റുകളും ഡിഫറെൻറ്റ് സെക്ഷനായിട്ടാട്ടോ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഓരോ ചെടികളുടെ താഴെയും അതിൻ്റെ പേരും ശാസ്ത്രനാമവും ഒക്കെ എഴുതിയിട്ടുണ്ട്. നമുക്ക് വായിച്ച് നോക്കാൻ പറ്റും. കാക്ടസിൻ്റെ ഏരിയ ആണ് ഇത്. പല വെറൈറ്റി കാക്ടസ് നമുക്കിവിടെ കാണാൻ പറ്റും. ഈ കാക്ടസ് കണ്ടോ, ഇത് ശരിക്കും മുള്ളംപന്നിയുടെ മുള്ളു പോലെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഞാനിത് ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. ഒരുപാട് വെറൈറ്റി കാക്ടസിൻ്റെ കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഇവിടെ. ഇവിടെ പ്ലാന്റുകളൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്തേക്കുന്ന കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ ഇവിടെ നിന്ന് എടുത്തു.
നമ്മുടെ വാത്സം ചെടിയാണ് കേട്ടോ. വാത്സത്തിൻ്റെ ഒരു വെറൈറ്റി കളക്ഷൻസ് തന്നെ ഉണ്ട് ഇവിടെ. നല്ല ഭംഗിയാണ് കേട്ടോ ഈ വാത്സം കാണാനായിട്ട്. കണ്ട റോസപ്പൂ പോലെ ഉണ്ട്. ഇതിൻ്റെ പല വെറൈറ്റി കളേഴ്സ് ഉണ്ട്. കാണുമ്പോൾ നല്ല ഭംഗിയാണ് ഇങ്ങനെ മൊത്തത്തിൽ നിൽക്കുന്ന കാണാൻ. ശരിക്കും ഒരു റോസപ്പൂ പൂത്ത് നിൽക്കുന്ന പോലെ തോന്നും കേട്ടോ കണ്ട. അത്ര ഭംഗിയാണ്. ഇറങ്ങിയിട്ട് പിന്നെ ഞങ്ങൾ പോകുന്ന വഴിക്ക് ഇങ്ങനെ ഹെഡ്ജസ്സുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. കുറേ ഹെഡ്ജസ്സുകൾ ഇങ്ങനെ മേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. പല മോഡലുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും. അതിങ്ങനെ കണ്ടു പോകാൻ നല്ല രസമാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ കയറിയത് ഇങ്ങനെ ഒരു ഗ്രൗണ്ടിലോട്ടാണ്. ഇവിടെ കുറേ കുട്ടികൾ കളിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഇരിക്കാനൊക്കെ കുറേ ചെയറുകളൊക്കെ അറേഞ്ച് ചെയ്തിട്ടിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ റീൽസും ഫോട്ടോസൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും. ഇവിടെ നമുക്ക് ഇരിക്കാനുള്ള ചെയറുകളൊക്കെ ഒരു പ്രത്യേക രീതിയിലാണ് കേട്ടോ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. വെജിറ്റബിൾസിൻ്റെയും ഫ്രൂട്ട്സിൻ്റെയും ഒക്കെ മോഡലിലാണ് ചെയറൊക്കെ സെറ്റ് ചെയ്തേക്കുന്നത്. ഇവിടെ ഒരു ആമ്പൽക്കുളമൊക്കെ ഉണ്ട്. ഇത് കണ്ടോ, ഇതാ ഞാൻ പറഞ്ഞ വെജിറ്റബിൾസിൻ്റെ ഫ്രൂട്ട്സിൻ്റെ ഒക്കെ ഷേപ്പിലാണ് ചെയർ സെറ്റ് ചെയ്തേക്കുന്നത്. ക്യാരറ്റ്, ബ്രിഞ്ചാൾ, ആപ്പിൾ, വാട്ടർമെലൺ, അങ്ങനെ വെറൈറ്റി ഒരുപാട് ഫ്രൂട്ട്സിൻ്റെ വെജിറ്റബിൾസിൻ്റെ ഷേപ്പിൽ ഇവിടെ കുറേ ചെയർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെ നിന്ന് നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും. ഞങ്ങളൊരു 5 മണിയൊക്കെ ആയപ്പോഴാട്ടോ ഇവിടെ കാണാൻ വേണ്ടി കയറിയത്. ഇവിടെ ശരിക്കും ടൈമിങ് 6:30 വരെ ഉള്ളൂ. 6:30-7 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഇത് ക്ലോസ് ചെയ്യും. അതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് കണ്ടങ്ങ് പോയി. കണ്ട് ഇവിടെ ഒരു ഇന്ത്യയുടെ മാപ്പൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പ്ലാന്റ് വെച്ചിട്ട്. ഓരോ ഏരിയയിലും അതിൻ്റെ ഓരോ ഗാർഡനും അതിൻ്റെ പേരുകളുണ്ട് കേട്ടോ. ഊട്ടിയിൽ വരുന്നവർക്ക് ഈവനിങ് ടൈമൊക്കെ വന്ന് കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ നല്ലൊരു പ്ലേസ് ആണ് കേട്ടോ ഈ ഊട്ടി ബൊട്ടാണിക്കൽ ഗാർഡൻ. പിന്നെ ഇവിടെ ഒരു കഫിത്തേരിയൊക്കെ ഉണ്ട്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ചായയൊക്കെ കുടിച്ചു. പിന്നെ ക്ലോസിങ് ടൈമായി പെട്ടെന്ന് ഞങ്ങൾ ഇറങ്ങി. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കും കമൻറ്റൊക്കെ ചെയ്യണേ. അതുപോലെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഊട്ടിയിലെ മറ്റ് വിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഉടനെ തന്നെ വരുന്നതാണ്. ടിൽ ദെൻ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.